പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇവിടെ തുടങ്ങാൻ ഒരുങ്ങുന്നു. അതുകൂടി ഈ ഘട്ടത്തിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ റോഡ് ഷോയുടെ ഭാഗമായി എത്തുന്നുണ്ട്. പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ അഞ്ചുവിളക്കിലേക്ക് എത്തും. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഹെലിപ്പാഡിൽ നിന്ന് ഇവിടേക്ക് എത്താൻ കഴിയും. അതിന് മുന്നോടിയായുള്ള വാഹനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊക്കെ അവസാനവട്ട സുരക്ഷാ പരിശോധനകൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം പോലീസിന്റെ സുരക്ഷാ പരിശോധന, SPGയുടെ സുരക്ഷാ പരിശോധനയൊക്കെ അവസാന വട്ട പരിശോധന നടക്കുകയാണ്. ഈ പ്രവർത്തകർ വലിയ ആവേശത്തോടെ ഈ റോഡിന് ഇരുവശത്ത് നിൽക്കുന്നവർ പുറത്തേക്ക് മാറാതെ അല്ലെങ്കിൽ പുറത്തേക്ക് ആ ബാരിക്കേഡ് ഭേദിച്ചൊന്നും മുന്നോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ഇതിനോടകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ അതിനൊപ്പം പോകേണ്ട വാഹനങ്ങളുടെ നിര ഈ അഞ്ചുവിളക്കിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കുള്ള ഈ 800 മീറ്റർ ദൂരത്തേക്ക് അതിൻ്റെ യാത്ര തുടങ്ങിയത് ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം റോഡ് ഷോയിലെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹവും അതും നമുക്ക് പ്രേക്ഷകരിലേക്ക് അതിൻ്റെ തുടങ്ങിയ ദൃശ്യങ്ങൾ എത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. BJPയുടെ സംസ്ഥാന നേതാക്കൾ, അതുപോലെ തന്നെ 3 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ, പൊന്നാനി, പാലക്കാട്, മലപ്പുറം മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ, അവർക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ട് റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ കേരള സന്ദർശനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പുറത്തേക്ക് വരുന്നു. അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. കൈവീശി അദ്ദേഹം റോഡിന് ഇരുവശവുമുള്ള തടിച്ചുകൂടിയ ജനങ്ങളെ, പ്രവർത്തകരെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയാണ്. അദ്ദേഹം കൈവീശി അവരെ അഭിവാദ്യം ചെയ്യുന്നു. അവർ പുഷ്പവൃഷ്ടി നടത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ആദ്യത്തെ പ്രചാരണ പരിപാടിയാണ് പാലക്കാട്ട് ഇന്ന് തുടക്കമാകുന്നത്. പാലക്കാട്ട് അഞ്ചുവിളക്കിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി മേഴ്സി കോളേജിൽ ഇറങ്ങിയ ശേഷം, അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയ ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വാഹനത്തിൽ, തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. BJP വളരെയധികം പ്രതീക്ഷയോടുകൂടി കേരളത്തിൽ കാണുന്ന മണ്ഡലങ്ങളിലായിരിക്കും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാവുക. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ കൂടുതൽ വോട്ടുകൾ ഉറപ്പാക്കുക എന്നതാണ് BJP പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനത്തിൽ BJPക്ക് മികച്ച നേട്ടം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനുമുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേരുറപ്പിക്കുക എന്ന BJPയുടെ നീക്കങ്ങളുടെ തുടർച്ചയാണ് കേരളത്തിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള വരവ്. അതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ പാലക്കാട്ട് എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി കേരളത്തിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ തുടക്കമാവുകയാണ് ഇന്ന് പാലക്കാട്ട് നടക്കുന്ന റോഡ് ഷോ. BJPയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾക്ക് വോട്ട് ലഭിക്കുക എന്നതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന വ്യക്തിത്വം എന്ന നിലയിലാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ BJP കാണുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ ഇക്കുറി BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കേരളത്തിൽ കഴിയുമോ എന്ന കണക്കുകൂട്ടലിൽ കൂടിയാണ് പ്രധാനമന്ത്രിയെ വീണ്ടും BJP കേരളത്തിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ പാലക്കാട്ട് അദ്ദേഹം ഇറങ്ങി പുറത്തേക്ക് അദ്ദേഹം തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെയും ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. റോഡിൻ്റെ ഇരുവശവും തടിച്ചുകൂടിയ ജനങ്ങൾ അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. മലപ്പുറം, പൊന്നാനി, പാലക്കാട് മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത് പാലക്കാട്ടെ അഞ്ചുവിളക്കിൽ നിന്നാണ്. 20 മിനിറ്റാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉണ്ടാവുക. S. വിജയകുമാറും നിഖിൽ പ്രമേശും നമ്മളോടൊപ്പം ഉണ്ട്. വിജയകുമാർ, പറയൂ. ഗോപി, ആ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. അത് അഞ്ചുവിളക്കിൽ നിന്ന് ആരംഭിച്ചു. ഈ റോഡിന് ഇരുവശത്തും നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മോദി മോദി ചാൻഡിങ് അല്ലെങ്കിൽ മോദി മോദി മുദ്രാവാക്യത്തിനിടയിലൂടെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. പ്രവർത്തകർ പൂക്കൾ എറിഞ്ഞാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നു. നിരവധി വാഹനങ്ങൾ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. പാലക്കാട്ട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും BJP സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. മറ്റു 2 സ്ഥാനാർത്ഥികൾ
സ്ഥാനാർത്ഥികളും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോപി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിന് BJP നൽകുന്ന ദേശീയ നേതൃത്വം നൽകുന്ന പ്രാധാന്യം തന്നെയാണ്. പാലക്കാട് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മലമ്പുഴയും പാലക്കാടും BJP രണ്ടാമതെത്തുന്നതാണ്. അതിൽ പാലക്കാട് തന്നെ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയാണ് പലപ്പോഴും BJP അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വന്ന ശേഷം അവസാന റൗണ്ടുകളിൽ പിന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ BJPക്ക് ജയസാധ്യതയുണ്ട് എന്ന് BJP ദേശീയ നേതൃത്വം കരുതുന്ന മണ്ഡലങ്ങളിൽ സവിശേഷ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തന്നെ നേരിട്ട് അവിടുത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക. ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ സമയത്തെ നമ്മൾ കാണുന്ന BJP ക്യാമ്പിലെ രാഷ്ട്രീയ കാഴ്ചകൾ. അതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ പാലക്കാട്ട് നേരിട്ടെത്തുന്നു. ഇവിടെ കടുത്ത പോരാട്ടം നടത്തുന്നു. BJP സംസ്ഥാന നേതാവ് തന്നെ, സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നു. മണ്ഡലത്തിൽ ചിരപരിചിതനാണ് അദ്ദേഹം. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ മട്ടിൽ ഇവിടെ വേരുകളുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു താരപ്രചാരകനെ തന്നെ പാലക്കാട്ട് ആദ്യ ഇന്നിങ്സിൽ അല്ലെങ്കിൽ പ്രചാരണത്തിൻ്റെ ആദ്യ ഇന്നിങ്സിൽ തന്നെ BJP കളത്തിൽ ഇറക്കുകയാണ്. അത് തന്നെയുമല്ല, ഇത് ഈ റോഡ് ഷോ കേവലം പാലക്കാട്ട് മാത്രം ചർച്ചയാവുന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾ അത് പാലക്കാട്ടും കേരളത്തിലുമൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വിധേയമാകുന്നുണ്ട്. ആ മട്ടിൽ നരേന്ദ്രമോദിയെ കളത്തിലിറക്കുക, അദ്ദേഹത്തിൻ്റെ ഈ താരപ്രചാരകൻ എന്ന പരിഗണന ഉപയോഗിക്കുക, ആ നിലയിൽ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ പറ്റുമോ എന്ന തുടർച്ചയായ പരിശോധനയാണ് BJP നടത്തുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം കഴിഞ്ഞ 3 മാസത്തിനിടെ പൊതു തെരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങുന്ന 3 മാസത്തിനിടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 5ാമത്തെ പരിപാടിയാണ്. അതിൽ പലതും വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്ന പരിപാടികൾ തന്നെ. അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ പോവുക, അത് അദ്ദേഹം അക്കാര്യം പിന്നീട് അദ്ദേഹം പോയ എല്ലാ വേദികളിലും ആ കാര്യം പരാമർശിക്കുക. കൊച്ചിയിലും തൃശ്ശൂരിലും വലിയ റോഡ് ഷോകൾ സംഘടിപ്പിക്കുക. തൃശ്ശൂരിൽ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച വലിയ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. അവിടെ നടത്തിയ പ്രസംഗം വലിയ ചർച്ചയാവുകയും ചെയ്തു. അങ്ങനെ ആ മട്ടിൽ വിവിധ മേഖലകളിൽ BJP ടാർഗറ്റ് വോട്ടർമാരെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രചാരണം, വനിതാ വോട്ടർമാരെ നടത്തിയ പ്രചാരണം, പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പത്തനംതിട്ടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിച്ച ആളുകളുടെ എണ്ണം പത്തനംതിട്ട ജില്ലയിൽ എടുത്തു പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഈ പ്രധാനമന്ത്രിയുടെ വിവിധ സ്കീമുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിലൂടെ അവിടെ അതിൻ്റെ ആനുകൂല്യം ലഭിച്ച പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം പ്രസംഗത്തിൽ സൂചിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന വാദമൊക്കെ ഉന്നയിച്ച് പ്രധാനമന്ത്രി തുടർച്ചയായി നടത്തുന്ന പ്രസംഗങ്ങൾ, റോഡ് ഷോകളൊക്കെ ഇതിനോടകം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് വോട്ടാക്കി മാറ്റുക അല്ലെങ്കിൽ സീറ്റുകളാക്കി മാറ്റുക, കേവലം വോട്ട് ശതമാനം ഉയർത്തുന്നതിനപ്പുറത്തേക്ക് അത് അതായത് സീറ്റുകളാക്കി കൺവേർട്ട് ചെയ്യുക, അങ്ങനെ ഒരു വലിയ ഒരു ടാർഗറ്റ് BJPയുടെ സംസ്ഥാന ഘടകത്തിന് BJP കേന്ദ്ര നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന പരിശോധന സംസ്ഥാന ഘടകം തുടർച്ചയായി നടത്തുകയാണ്. അതിൻ്റെ ഭാഗമാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരാഴ്ച തന്നെ 2-3 പരിപാടികളിൽ പ്രധാനമന്ത്രി കേരളത്തിൽ പങ്കെടുക്കുന്നത്. BJPയുടെ കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം ഈ സംസ്ഥാനത്ത്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ പ്രത്യേകിച്ച് നൽകുന്ന പ്രാധാന്യം, അവിടെ നിന്ന് പരമാവധി അല്ലെങ്കിൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക. പ്രധാനമന്ത്രി എപ്പോഴും ഡബിൾ ഡിജിറ്റ് കേരളത്തിലുണ്ടാകും. ഇത്തവണ 400-ലധികം സീറ്റ് കേന്ദ്രത്തിൽ NDA നേടുമെന്നും BJP 370 ക്രോസ് ചെയ്യുമെന്നും കേരളത്തിൽ 2 അക്കം കടക്കുമെന്നും പ്രധാനമന്ത്രി തുടർച്ചയായി ആ ഒരു പ്രഖ്യാപനം ഇങ്ങനെ വേദികളിൽ അവകാശവാദമായി തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്തനംതിട്ടയിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ അത് കേട്ടതാണ്. അതിനെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ വിമർശനത്തോടെ, പരിഹാസത്തോടെ തള്ളിക്കളയുമ്പോഴും BJP സംസ്ഥാന ഘടകം അത് കേവലം അവകാശവാദമല്ല, നടപ്പാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ ഇന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ നിലയിൽ ഇന്ത്യയിൽ പൊതുതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയും അതിൻ്റെ 2ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് കേരളം കടക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യ ഇന്നിങ്സിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJP അവർക്ക് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന പാലക്കാട്ട് മണ്ഡലത്തിൽ കളത്തിലിറക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം റോഡ് ഷോ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ പരിസരത്ത് അവസാനിക്കും. ഇതുമാത്രമാണ് ഇന്ന് പ്രധാനമന്ത്രിക്ക് കേരളത്തിലുള്ളത്. അതിനുശേഷം അദ്ദേഹം കോയമ്പത്തൂർ എത്തുകയും അവിടെ നിന്ന് സേലത്തേക്ക് പോവുകയുമാണ്. തുടർച്ചയായി തമിഴ്നാട് BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ്. ഇന്നുമായി തമിഴ്നാട്ടിൽ പരിപാടിയുണ്ട്. കർണാടകയിലെ ഷിവമോഗയിൽ അദ്ദേഹത്തിന് ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ തെലങ്കാനയിലുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യൻ ഒരു മിഷൻ എന്നത് ഒരു രാഷ്ട്രീയ ദൗത്യമായി BJP എടുക്കുകയും അതിൻ്റെ ഭാഗമായി കേരളത്തിൽ
വലിയ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ കാഴ്ചയാണ് പ്രധാനമന്ത്രി ഇന്ന് ഇവിടെ എത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ, പ്രധാനമന്ത്രിയുടെ വലിയ പരിപാടി, BJPയുടെ വലിയ പരിപാടിയാണ് ഇന്ന് പാലക്കാട്ട് നടക്കുന്നത്. ഗോപി, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.